الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അളവറ്റ ദയാപരനായ പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് അവൻ അവതരിപ്പിച്ച മതത്തെ ശരിയായ സ്രോതസ്സിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും പരിശുദ്ധമാക്കണമേ എന്ന് തുടക്കത്തിൽ എന്നെയും ശേഷം നിങ്ങളിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നിരന്തരമായി നാം പ്രയോഗിക്കാറുള്ള, പറയാറുള്ള ഒരു പദമാണ് ബറക്കത്ത് എന്നത്. ആ ബറക്കത്ത് എന്നത് ഇസ്ലാമിൻ്റെ ഒരു സാങ്കേതിക ശബ്ദം കൂടിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ പലപ്പോഴും കൃത്യമായ വിവരം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല നിലക്കും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വാചകം കൂടിയാണ് ബറക്കത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുസ്ലിം ഉമ്മത്തിൽ പരിശോധിച്ചാൽ ബറക്കത്തിൻ്റെ പേരിൽ പല നിലക്കുള്ള അനാചാരങ്ങളും അധർമ്മങ്ങളും അന്യായങ്ങളും ഒക്കെ നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ ബറക്കത്തിനെ എതിർക്കുമ്പോൾ, അവർ ബറക്കത്തിൻ്റെ പേരിൽ നടത്തുന്ന അനാചാരങ്ങളെ എതിർക്കുമ്പോൾ പലപ്പോഴും മഹാന്മാരുടെ ബറക്കത്ത് നിഷേധിച്ച അല്ലെങ്കിൽ
അവരുടെ ബറക്കത്തില്ലാതെ പോകുന്ന ആളുകളാണ് നിങ്ങളൊക്കെ എന്ന് പറയുന്നതും നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ ആ മേഖല അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ബറക്കത്ത് എന്നതിൻ്റെ ഇസ്ലാമിക വശം എന്ത് എന്ന് പഠിക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ബറക്കത്ത് എന്നതുകൊണ്ട്? നമ്മളൊക്കെ പറയാറുണ്ട്, എൻ്റെ കൂടെ നിന്നാൽ ബറക്കത്തുണ്ടാകും, കൂടെ നിന്നിട്ട് പോകാം എന്നൊക്കെ തമാശക്ക് പോലും പറയാറുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്നും ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് പരിശോധിക്കുവാൻ നോക്കൂ. ബറക്കത്ത് എന്ന് പറയുമ്പോൾ ഐശ്വര്യം, പുരോഗതി, അനുഗ്രഹം, സൗഭാഗ്യം, വളർച്ച, വർധനവ്, സമൃദ്ധി എന്നൊക്കെ ഉള്ള തലങ്ങളിൽ ഇസ്ലാം അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബറക്കത്തിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ അവർ പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന നിഅമത്തുകളാണ്, നന്മകളാണ്. ഒപ്പം ആ നന്മ നിലനിൽക്കുകയും ചെയ്യണം. പിന്നെയോ അതിൽ വളർച്ചയുണ്ടാകണം, വർധനവുണ്ടാകണം. ഇതിനെയാണ് പൊതുവായ രൂപത്തിൽ ഇസ്ലാം ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബറക്കത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ഇന്ന മഹാന്റെ ബറക്കത്ത്, ആ മഹാന് ബറക്കത്തുണ്ട്, ആ വലിയന് ബറക്കത്തുണ്ട്, ഇന്ന വ്യക്തിക്ക് ബറക്കത്തുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ബറക്കത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ആ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ സമീപനം? വിശുദ്ധ ഖുർആനിൻ്റെ 67-ാം അധ്യായം അതിലെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു പറയുകയാണ്, ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അഥവാ എല്ലാ നിഅമത്തുകളും ബറക്കത്തുകളും അവൻ്റെ ഉടമസ്ഥതയിലാണ്. അങ്ങനെയുള്ളവനാകുന്നു അനുഗ്രഹപൂർണനായിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ ഒരു യാത്രയിൽ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫറിൻ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫഖാല അൽമാ, അദ്ദേഹം പറയുകയാണ്, ഫഖല്ല അൽമാ, അതാ ആ സംഘത്തിൻ്റെ കയ്യിൽ വെള്ളം കുറവുണ്ട്, വളരെ കുറവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉത്ലുബു ഫളലതൻ മിമ്മാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് പറയുകയാണ്, അല്പം വെള്ളന്മാരുടെയെങ്കിലും പക്കലുണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ യദാ ഫജാഊ ബിഇനാഇൻ ഫീഹി മാഉൻ ഖലീൽ ഫഅദ്ഖല യദഹു ഫിൽ ഇനാ. സ്വഹാബിമാർ ഒരു പാത്രത്തിൽ അല്പം വെള്ളം കൊണ്ടുവരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കരങ്ങൾ ആ വെള്ളപാത്രത്തിലേക്കൊന്ന് താഴ്ത്തി. എന്നിട്ടതാ അവിടെ നിന്ന് പറഞ്ഞു, ഹയ്യ അലത് തുഹൂരിൽ മുബാറക് വൽ ബറകത്തു മിനല്ലാഹ്. ബറക്കത്തുള്ള ശുദ്ധജലം ആവശ്യമുള്ളവർ മുന്നോട്ട് വരിക. വൽ ബറകത്തു മിനല്ലാഹ്, ഈ ബറക്കത്ത് അല്ലാഹുവിൽ നിന്നുള്ളതാകുന്നു. എന്നിട്ട് അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലഖദ് റഅയ്തുൽ മാഅ യബ്ഉ മിൻ ബൈനി അസാബിഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ ആ വെള്ളം ഒഴുകി വരുന്നതായി ഞങ്ങൾ കണ്ടു. അങ്ങനെ ആ വെള്ളം ഞങ്ങൾ സ്വീകരിച്ചു. അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവിടെ അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈയൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തുകൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം കാണിച്ചിട്ട് പറയുന്നത്, വൽ ബറക്കത്തു മിനല്ലാഹ്, ഈ ബറക്കത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് അദ്ദേഹം അവിടെ മറുപടി പറയുകയാണ്. അപ്പോൾ ഇസ്ലാം ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് ബറക്കത്ത് പൂർണ്ണമായും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അവൻ്റെ മാത്രം ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് റഹ്മാനായ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾക്ക് ബറക്കത്തുള്ളതായി പഠിപ്പിക്കുകയാണ്. ഉദാഹരണം, മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ്, ഈ 3 സ്ഥലങ്ങൾക്കും ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിന്റെ 96-ൽ കാണാം, ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ.
തീർച്ചയായും മനുഷ്യർക്കു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം അത് മക്കയിലുള്ളതത്രേ, അല്ലെങ്കിൽ ബക്കയിലുള്ളതത്രേ. അത് അനുഗ്രഹീതവും ലോകർക്ക് മാർഗദർശനവുമാണ്. മക്ക എന്ന ആ പരിശുദ്ധ മന്ദിരം ബറക്കത്തുള്ളതാണ് എന്ന് അല്ലാഹു പറയുന്നു. അതുപോലെ മദീനയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനത്തി ലഅഫൈ മാ ജഅൽത ബിമക്കത മിനൽ ബറക. അല്ലാഹുവേ, നീ മക്കാ രാജ്യത്തിന് ചെയ്തതിൻ്റെ ഇരട്ടി ബറക്കത്ത് നീ എൻ്റെ നാടിനും ഈ മദീനയ്ക്കും നീ ചെയ്യണമേ അല്ലാ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും 17-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ. എന്താണ് അവിടെ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അവിടെ അല്ലാഹു ആ ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്നത് എന്താണ്? അതിൻ്റെ പരിസരം നാം അനുഗ്രഹപൂർണമാക്കിയിരിക്കുന്നു. ഇങ്ങനെ ചില സ്ഥലങ്ങൾക്ക്, മക്കാനുകൾക്ക് അല്ലാഹു ബർക്കത്ത് കൽപ്പിച്ചിട്ടുണ്ട്, അവിടെയുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ചില സമയങ്ങൾക്ക് ബർക്കത്തുണ്ട് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബൂരിക്ഹാ. അല്ലാഹുവേ, എൻ്റെ ഫി ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണമേ. അതുകൊണ്ടാണ് ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, നിങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ഉറങ്ങരുത്. ആ സമയം ഉറങ്ങരുത്. ദിക്റുകളിലായി, ദുആകളിലായി, പുണ്യങ്ങളിലായി കഴിച്ചുകൂട്ടണം. കാരണം ആ സമയം ബറക്കത്തിൻ്റെ നേരമാണ്. നിങ്ങൾ പുണ്യങ്ങൾ ചെയ്യുക, നന്മകൾ പ്രവർത്തിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിന് വിശദീകരിച്ചു പറയുന്നത്. ആ സമയത്തിന് ബറക്കത്തുണ്ട് എന്ന് കാണാൻ കഴിയും. ചില ഭക്ഷണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കുക, തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാഉ സംസമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഇന്നഹാ മുബാറകത്തുൻ ഇന്നഹാ തുആമു തുഅമിൻ. അത് അനുഗ്രഹീതമായ ഒന്നാണ് സംസം വെള്ളം, തീർച്ചയായും അത് ഭക്ഷണത്തിന് ഭക്ഷണവുമാണ്. ഇപ്പൊ സംസം വെള്ളത്തിന് ബറക്കത്തുണ്ട്, അത്താഴമെന്ന ആ ഭക്ഷണത്തിന് ബറക്കത്തുണ്ട്, മക്കയും മദീനയും മസ്ജിദുൽ അഖ്സയും ബറക്കത്തുണ്ട്. അങ്ങനെ ആ സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ ബറക്കത്തുള്ളതായി അള്ളാഹു പഠിപ്പിക്കുന്നു. മാത്രമല്ല ഈ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ അനുഗ്രഹപൂർണമാണ്, അതിൽ ബറക്കത്തുണ്ട് എന്ന് സൂറത്ത് സ്വാദിന്റെ 29 അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക് മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ ഇത്. അനുഗ്രഹീത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനും അനുഗ്രഹമുണ്ട്, ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ബറക്കത്ത് ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കണം നിങ്ങൾ, ആ പ്രാർത്ഥനയിലൂടെ അതിനെ നിലനിർത്തണം. അല്ലാഹുമ്മ ബാരിക് ലി ഫീമാ അഅതൈത്. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അപ്പൊ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതിൽ ബറക്കത്ത് നൽകണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുവാനും കൽപ്പിക്കുകയാണ്. അപ്പൊ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് കിട്ടിയ നിഅമത്തുകളിൽ ബറക്കത്തുണ്ടാകണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ. വലിയ വരുമാന മാർഗങ്ങളുണ്ട്, വലിയ സമ്പത്തുണ്ട്, പക്ഷേ ഒന്നിനും തികയുന്നില്ലെങ്കിൽ അതിൽ ബറക്കത്തില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം നയിക്കുന്നു, സന്തോഷമല്ല, സുഖകരമല്ല എങ്കിൽ അതിൽ ബറക്കത്തില്ല എന്നതാണ് അർത്ഥം. അതുപോലെ തന്നെ ഒന്നിനും സമയമില്ല, ഒന്നിനും എനിക്ക് സമയമില്ല, ക്ലാസ്സിന് വരാൻ സമയമില്ല, ദഅവത്തിന് സമയമില്ല, ഇബാദത്തുകൾ ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ സമയത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10ഓളം ഭാര്യമാരോടൊപ്പം ജീവിച്ചു.
എന്നിട്ടോ അവിടുന്ന് ഒരു രാഷ്ട്രത്തിന്റെ തലവനായിരുന്നു, സൈന്യാധിപനായിരുന്നു, നയതന്ത്രജ്ഞനായിരുന്നു, ജഡ്ജിയായിരുന്നു, ഖതീബായിരുന്നു, ഇമാമായിരുന്നു. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവിടുന്ന് നിർവഹിക്കുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നതും ഒരു ദിവസത്തിൽ 24 മണിക്കൂർ അവിടെ ഉറങ്ങിയിരുന്നു, ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എല്ലാം കൃത്യമായി നടന്നുപോയി. കാരണം 24 അവേഴ്സും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബറക്കത്ത് ലഭിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതമോ ഒന്ന് പരിശോധിച്ചു നോക്കൂ. നമ്മുടെ ജീവിതമോ ആകെ ഒരു ഭാര്യയാണുള്ളത്, ആകെ ഒരൊറ്റ ജോലിയേ ഉള്ളൂ, വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് സമയമില്ല, നമുക്ക് സൗകര്യങ്ങളില്ല, നമുക്ക് തികയുന്നില്ല, നമുക്കൊന്നുമാകുന്നില്ല. അഥവാ എൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ബാരിക് ലീ ഫീമാ അഅതൈത്. അല്ലാഹുവേ നീ എനിക്ക് നൽകിയതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ അനിവാര്യത എത്രത്തോളമുണ്ട്. അങ്ങനെ കിട്ടിയാലോ എന്തൊരു റാഹത്തായിരിക്കും. അതൊരു വലിയ സൗഭാഗ്യമാണ്. ആയുസ് കുറവാണെങ്കിലും ആ ആയുസ്സിൽ ബറക്കത്ത് കിട്ടിയാൽ, ആ ആയുസ്സിൽ ഇമാം ബുഖാരി മരണപ്പെട്ടത് എപ്പോഴാണ്? 36 വയസ്സിന്റെ സമയത്താണ് അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത്. ലോകത്ത് ഒരുപാട് മഹാരഥന്മാരെ പരിശോധിച്ചു നോക്കിയാൽ അവർ 40ന്റെ ചോടെ 30ന്റെ മേലെ. പക്ഷേ ലോകത്ത് വിപ്ലവം തീർത്തു അവർ. എന്തുകൊണ്ട്? അവരുടെ സമ്പത്തും ആയുസ്സും സമയവും ഒക്കെ ബറക്കത്ത് കൊണ്ട് നിറഞ്ഞതായിരുന്നു. 70 വർഷവും 80 വർഷവും ജീവിച്ചാലും നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു ഗുണവുമില്ലാതെ കുറച്ചറിവാണ് ലഭിച്ചത്. പക്ഷെ ആ അറിവ് അമലാക്കുന്നു, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, ബറക്കത്തുള്ളതാണ്. ഒരുപാട് വിജ്ഞാനം ലഭിച്ചിട്ടും ഒരു ജനതക്കും ഉപകരിക്കാതെ ഏതൊക്കെയോ തുരുത്തുകളിൽ അകപ്പെട്ടു പോയവരുടെ വിജ്ഞാനത്തിൽ ബറക്കത്തില്ല എന്നതാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ കുറഞ്ഞ ഇൽമ്, കിതാബിലൊന്നും വലിയ പാണ്ഡിത്യമില്ല, പക്ഷെ ആ ഇൽമ് എല്ലാ ദിവസവും ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ ബറക്കത്താണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ 2 മക്കളാണോ ഉള്ളത്? വേറെ ഉണ്ടായില്ല. ആ മക്കൾ സ്വാലിഹീങ്ങളാണോ? എങ്കിൽ ബറക്കത്തുള്ള സന്താനങ്ങൾ. കുറേ മക്കളുണ്ടായി, ഒരു ഉപകാരവുമില്ല, എങ്കിൽ ബറക്കത്തില്ലാത്ത സന്താനങ്ങൾ. അപ്പൊ ബറക്കത്തിനെ ചോദിക്കേണ്ടതിൻ്റെ അനിവാര്യത എത്രയുണ്ട്? സമ്പത്ത് അല്പമേ ഉള്ളൂ, ഒരുപാട് സമ്പാദിക്കുന്നവരുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു സമയവുമില്ല, ഒന്നിനും ഒരിടത്തും തികയുന്നുമില്ല. അപ്പോൾ അതിൽ ബറക്കത്തില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ബറക്കത്തിനെ ചോദിക്കൽ അനിവാര്യമായ ഘടകമാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മു സുലൈം ചോദിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അനസുൻ ഖാദിമുക ഉദ്ഉല്ലാഹ ലഹു. അല്ലാഹുവേ, അനസ് താങ്കളുടെ ഖാദിമാണല്ലോ, അനസ് റളിയല്ലാഹു അൻഹു താങ്കളുടെ ഖാദിമാണല്ലോ. അതുകൊണ്ട് താങ്കൾ അല്ലാഹുവിനോട് ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും എന്ന് ആ ഉമ്മു സുലൈം പ്രവാചകനോട് പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദുഹു വബാരിക് ലഹു ഫീമാ അഅതൈതഹു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ സമ്പത്തിലും സന്താനങ്ങളിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നൽകിയിട്ടുള്ളതിലെല്ലാം ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫകസറ മാലുഹു, അങ്ങനെ എൻ്റെ സമ്പത്ത് വർദ്ധിച്ചു. വകാന ലഹു ബിൽ ബസ്റതി ബുസ്താനുൻ യുസ്മിറു ഫി സനതി മറതൈൻ. 2 തവണ വർഷത്തിൽ ഫലം കായ്ക്കുന്ന തോട്ടം അദ്ദേഹത്തിനുണ്ടായി, വമ്പിച്ച സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായി എന്ന് ആ സ്വഹാബി തന്നെ പറയുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക്കളുടെ എണ്ണമോ വകാന ലഹു 120 വലദ, 120 മക്കൾ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നോക്കൂ, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോൾ 120 ബറക്കത്തുള്ള മക്കൾ. എത്ര പ്രാർത്ഥനയാണ്, എത്ര സഹായമാണ്, എത്ര ഗുണങ്ങളാണ് ആ പ്രാർത്ഥന കിട്ടിയതിലൂടെ ഒരു മനുഷ്യായുസ്സിൽ ലഭിച്ചത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹുവേ, എനിക്ക് നൽകിയതിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാന്ന് നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ആലോചിച്ചു നോക്കൂ.
ആലോചിച്ച് നോക്കും. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ആയുസ്സിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഫകാന അനസുൻ ആഖറു മൻ തുവഫിയ മിമ്മൻ സ്വല്ലൽ ഖിബ്ലതൈനി ഫഖദ് ഷഹിദ തഹ്വീലൽ ഖിബ്ല മിൻ ബൈത്തിൽ മുഖദ്ദസ് ഇലൽ ഖഅബ വകാന ആഖറു മൻ തുവഫിയ മിനസ് സ്വഹാബ. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം മരിച്ച അവസാനത്തെ സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം അവിടേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഖിബിലകൾക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിച്ച സ്വഹാബിമാരിൽ അവസാനത്തെയാളും സ്വഹാബിമാരിൽ തന്നെ അവസാനത്തെ ആളുമായി അത് വർദ്ധിക്കുകയുണ്ടായി. അക്കാലം അത്രയും പുണ്യം നേടിയെടുക്കുവാൻ നമുക്കൊരു 60 വർഷം കിട്ടിയിട്ടും ആ 60 വർഷം കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ കഴിയാതെ നാളെ പരലോകത്ത് നിൽക്കുമ്പോ, നരകത്തെ കാണുമ്പോ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, ഒരു മടക്കം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകും. പക്ഷേ കുറഞ്ഞ ആയുസ്സുകൊണ്ട് ജീവിതം ധന്യമായി തീർന്ന എത്ര പേരാണ്, എത്ര മുൻഗാമികളാണ്, എത്ര മഹത്തുക്കളാണ് നമുക്ക് മുന്നിൽ കഴിഞ്ഞുപോയത്, നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട്, പടച്ചോനെ നീ എനിക്ക് നൽകിയതിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, എനിക്ക് ഒരുപാട് വാരിക്കോരി നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് നീ എനിക്ക് നൽകിയതിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് ആ പ്രാർത്ഥന നിരന്തരമായി ഉണ്ടാകണം. ഇനി ആ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള ചില മാർഗങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. എന്താണത്? ഒന്ന്, ഈമാനും തഖ്വയുമുള്ള ഒരു ജീവിതമായിരിക്കണം. ദൃഢമായ വിശ്വാസവും സൂക്ഷ്മത പാലിക്കുന്ന ജീവിതവുമായിരിക്കണം. സൂറത്ത് അറാഫിൽ അല്ലാഹു പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹു പറയുകയാണ്, ആ നാടുകളിലുള്ളവർ സൂക്ഷ്മത പാലിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നു നാം, ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹത്തിൻ്റെ ബറക്കത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഈമാനികമായ വശം, വിശ്വാസപരമായ മേഖല ആടി ഉലയുന്നതാണോ സുദൃഢമാണോ എന്നും, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നുണ്ടോ എന്നും ഒന്ന് പരിശോധിക്കുക. രണ്ടാമതായി, ഈമാനും സൽക്കർമ്മങ്ങളും ചെയ്യുക എന്നതാണ്. സൂറത്തു നഹലിന്റെ 97 അല്ലാഹു പറയുന്നു, അമലു സ്വാലിഹാത്തുകൾ ചെയ്യുക എന്നതാണ്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫൽനുഹിയന്നഹു ഹയാത്തുൻ തയ്യിബ. അല്ലാഹു പറയുകയാണ്, ഏതൊരു പെണ്ണോ ആണോ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം ഹയാത്തൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം അവർക്ക് നൽകുന്നതാണ് എന്ന് അല്ലാഹു പറയുന്നു. ആ ഹയാത്തൻ ത്വയ്യിബ എന്താണ്? സൽക്കർമ്മവും പുണ്യവുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഹയാത്തൻ ത്വയ്യിബ ലഭിക്കും. എന്താണ് ഹയാത്തൻ ത്വയ്യിബ? അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ പറയുന്നത് കാണാം. അനുവദനീയവും ഉത്തമവുമായ ഉപജീവനം അയാൾക്ക് ലഭിക്കും. ഉള്ളതിൽ സംതൃപ്തിയുണ്ടാകും. അന്യരെ ആശ്രയിക്കേണ്ടി വരില്ല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് ലഭിക്കും, മോക്ഷം ലഭിക്കും, സൽക്കാര്യങ്ങൾ ചെയ്യുന്നതിൽ തൽപരനായിരിക്കും എന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ഹയാത്തൻ ത്വയ്യിബ. അപ്പോൾ ആർക്കാണ് ആ ബറക്കത്തുള്ള ഒരു ജീവിതം, ഹയാത്തൻ ത്വയ്യിബ ലഭിക്കുന്നത്? മൻ അമില സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അങ്ങനെ നൽകുന്നതാണ്. മാത്രമല്ല, ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുക എന്നത് അത് ബറക്കത്ത് ലഭിക്കാനുള്ള കാരണമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ അവിടുന്ന് ആയത്തോതി വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് ശൂറ അതിൻ്റെ 20-ാമത്തെ വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിങ്ങനെ ഓതിത്തരികയാണ്. മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. വല്ലവനും പരലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ്റെ കൃഷിയിൽ നാം അവന് വർധനവ് നൽകുന്നതാണ്. എങ്ങനെ? പരലോകത്തെ കൃഷിയാണ്,
ദുനിയാവ് കൊണ്ടൊരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവനതാ അതിൽ വർധനവ് നൽകുന്നതാണ്. ഇനി ഇഹലോകമാണെങ്കിലോ അവനതാ അതിൽ തന്നെ ഈ ദുനിയാവിൽ തന്നെ നൽകുന്നതാണ് എന്നിങ്ങനെ ഈ ആയത്തോതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. യഖൂലുല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യരെ, യബ്ന ആദം തഫറഗ് ലിഇബാദതി അംല സദ്റക ഗിന്നി വഅസദ്ദു ഫഖ്റക. നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ട വചനമാണ്, നമ്മൾ ഗൗരവത്തോടു കൂടി കേൾക്കേണ്ട ഒരു വചനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ആദമിൻ്റെ മകനെ, നമ്മളെ വിളിക്കുകയാണ്, ആദമിൻ്റെ മകനെ, നീ എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയാൽ, നീ എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ ശ്രദ്ധ പുലർത്തിയാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം കൊണ്ട് നിറച്ചു തരികയും നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തുടച്ചു നീക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് ആയത്തോതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ തുടർന്ന് പറഞ്ഞു, വ ഇല്ലം തഫ്അൽ, നീ അങ്ങനെ ജീവിക്കുന്നില്ല. വ ഇല്ലം തഫ്അൽ, നീ അങ്ങനെ ആരാധനയിൽ മുഴുകിയല്ല ജീവിതം. അങ്ങനെയാണെങ്കിൽ എന്താ അവസ്ഥ? നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്ക് കൊണ്ട് നിറച്ചു തരും. ഒരാൾക്ക് ജോലി തിരക്ക് കൊണ്ട് നിറയുന്നുണ്ടെങ്കിൽ അത് ജോലി കൂടിയത് കൊണ്ടാണെന്ന് വിചാരിക്കണ്ട, മറിച്ച് ഇബാദത്തിൽ മുഴുകാതെ ഇബാദത്തുകൾ ഒഴിവാക്കിയതിൻ്റെ പേരിൽ അള്ളാഹു നിന്റെ ജോലി തിരക്ക് കൂട്ടിത്തന്നതാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. മാത്രമല്ല, അതുപോലെ നിന്റെ ദാരിദ്ര്യം ഞാൻ തടയുകയുമില്ല, നീ എന്നും ദാരിദ്ര്യത്തിൽ തന്നെയായിരിക്കും. അതൊന്ന് ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒന്നാണ്. ഭയങ്കര ജോലി തിരക്കാണ്, അതുകൊണ്ട് തന്നെ പഠിക്കാൻ കഴിയുന്നില്ല, ദഅവത്തിന് സാധിക്കുന്നില്ല, പുണ്യങ്ങൾക്ക് കഴിയുന്നില്ല, അതുപോലെ കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ കഴിയുന്നില്ല, ഒന്നിനും സാധിക്കുന്നില്ല. കാരണം എൻ്റെ ജോലി തിരക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇല്ലം തഫ്അൽ, നീ ആരാധനയിൽ മുഴുകുന്നില്ല എങ്കിലോ നിന്റെ ജോലി തിരക്ക് ഞാൻ കൂട്ടിത്തരികയും നിന്റെ ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞാൽ അത് സത്യമായി പുലരും. അതിന് സാക്ഷി നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ട് സ്വയം വിലയിരുത്തുക. പിന്നെയോ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക. എന്തൊക്കെ നിഅമത്തുകളാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നത്, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകണം. വഇദ് തഅذന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്, ബറക്കത്ത് ജീവിതത്തിൽ വാരിക്കോരി നൽകുന്നതാണ്. അതുകൊണ്ടൊരു നന്ദിയുള്ള അടിമയാകാൻ നമുക്ക് സാധിക്കണം. പിന്നെയോ അഞ്ചാമത്തെ കാര്യം, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്ര പേരാണ് നമ്മുടെ കൂട്ടത്തിൽ സലാം പറയുന്നത്? വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിൽ എത്ര പേര് കയറുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയാണ്, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയാണ്, ഓ കുഞ്ഞുമകനെ, നീ നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിച്ചാൽ അവർക്ക് നീ സലാം പറയുക. എന്നാലോ യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക്, അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബറക്കത്ത് നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറഞ്ഞ് പ്രവേശിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. ഇതൊന്നും നേരെ മറിച്ച് വീട്ടിൽ സലാം പറഞ്ഞു കയറുമ്പോൾ വലതു ഭാഗത്തുനിന്ന് ഒരാൾ ഒരു 1,00,000 രൂപ തരുന്നു, പിന്നെയും വരുമ്പോൾ സലാം പറഞ്ഞു കയറിയാലോ ഇപ്പുറത്തുനിന്ന് ഒരാൾ ഒരു അലമാര തരുന്നു, പിന്നെയും കയറുമ്പോഴോ പിന്നെ ഒരു കട്ടിൽ തരുന്നു. ഇങ്ങനെയൊക്കെ ഭൗതികമായി കിട്ടിക്കൊണ്ടിരുന്നാൽ, നമുക്ക് ആ അനുഭവം അനുഭവിച്ചു കൊണ്ടിരുന്നാൽ നമ്മളിതൊക്കെ ജീവിതത്തിൽ തുടർത്തും. പക്ഷേ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല. നമ്മളൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അത് ഏത് വഴിയിലൂടെ പരിഹരിക്കപ്പെട്ടു, ഇത് എങ്ങനെയാണ് റബ്ബേ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. കാരണം ഒരു പക്ഷേ വീട്ടിലേക്ക് കയറിയപ്പോൾ സലാം പറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം ആ ബറക്കത്ത് അള്ളാഹു തന്നത്, നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ എളുപ്പമാണ് അങ്ങനെ ജീവിതത്തിൽ നോക്കൂ. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ ചെയ്യുന്ന എത്ര വീടുണ്ട് ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഖ്റഊ സൂറത്തുൽ ബഖറ ഫഇന്ന അഖദഹാ ബറകതുൻ വതറകഹാ ഹസ്റതുൻ വലാ തസ്തതിഉൽ ബത്ല. നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ, കാരണം
അത് സ്വീകരിക്കൽ ബറക്കത്താണ്, അത് പാരായണം ചെയ്യൽ ബറക്കത്താണ്. മാത്രമല്ല അതിനെ ഉപേക്ഷിക്കൽ നഷ്ടമാണ്. അപ്പോൾ ഇന്നലെ രാത്രി നഷ്ടമാണ് നമുക്ക്, കഴിഞ്ഞ ദിവസം രാത്രി നഷ്ടമാണ്, കഴിഞ്ഞ ആഴ്ച രാത്രി നഷ്ടമാണ്, കഴിഞ്ഞ മാസം നഷ്ടമാണ്. അങ്ങനെ എത്രയോ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സ്വീകരിച്ചില്ലെങ്കിൽ നഷ്ടമാണ്, അതിനെ ഉപേക്ഷിക്കൽ. മാത്രമല്ല മാരണക്കാർക്ക് അത് ഒരിക്കലും താങ്ങുവാൻ സാധ്യമല്ല. സിഹർ ചെയ്യപ്പെട്ടുകൊണ്ട് എത്രയെത്ര കുടുംബങ്ങളാണ് പ്രയാസം അനുഭവിക്കുന്നത്. ഒരു ക്യാൻസർ രോഗി വീട്ടിലുണ്ടെങ്കിലും അത്രത്തോളം പ്രയാസമില്ല. ആ കുടുംബത്തിന്റെ സമാധാനാന്തരീക്ഷം മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാണ്. ഏതെങ്കിലും സാഹിറന്മാർ സിഹർ ചെയ്താൽ നമ്മൾ അറിയുന്ന എത്രയെത്ര കഥകളാണ്. അങ്ങനെ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങൾ, അതുകൊണ്ട് ചെറിയ കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്കറിയാം, അനുഭവമുണ്ട്. പല വീടുകളിലും ഇത്തരത്തിൽ സിഹർ ചെയ്യപ്പെട്ട് പ്രതിസന്ധി അനുഭവിച്ച് കുടുംബത്തിന്റെ സമാധാനം തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ. അതുകൊണ്ട് മുൻകരുതലാണത്. സൂറത്ത് ബഖറ പാരായണം ചെയ്യുക വീട്ടിൽ എല്ലാ ദിവസവും. അങ്ങനെ പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ചില മര്യാദകളുണ്ട്. ആ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ പാലിച്ചാൽ ഭയങ്കര ബറക്കത്താണത്. നമ്മുടെ വീട്ടിലെല്ലാവരും ശ്രദ്ധിക്കണം അത്. നോക്കൂ, വഹ്ശി ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹും ഖാലു, സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നശ്ബഅ. നമ്മളിൽ പലർക്കുള്ള രോഗമാണത്. എന്താണത്? ഇന്നാ നഅകുലു വലാ നശ്ബഅ, ഞങ്ങൾ ഭക്ഷിക്കുന്നുണ്ട് പക്ഷേ വയറ് നിറയുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഫലഅല്ലക്കും തഅകുലൂന മുതഫർരിഖീൻ, നിങ്ങൾ ഒറ്റക്കാണോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു അതെ. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഫജ്തമിഉ അലാ തആമികും വദ്കുറു സ്മല്ലാഹി അലൈഹി യുബാരിക് ലക്കും ഫീഹി, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ ഒന്നിച്ചിരിക്കുകയും നിങ്ങൾ ബിസ്മി ചൊല്ലുകയും ചെയ്യുക, എന്നാൽ നിങ്ങൾക്കതിൽ ബറക്കത്ത് ലഭിക്കും. വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആ മഹത്തായ സുന്നത്ത്, ആ മഹത്തായ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. എങ്കിൽ ബറക്കത്തുണ്ടാകും. ഭക്ഷണത്തിൽ, ജീവിതത്തിൽ, ആരോഗ്യത്തിൽ, കുടുംബത്തിൽ, ബന്ധങ്ങളിൽ വ്യാപകമായി ബറക്കത്ത് നമ്മുടെ കൂട്ടത്തിൽ ജീവിതത്തിൽ ഉണ്ടാകും. സുന്നത്ത് സുന്നത്തായ രീതിയിലെടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചാൽ അത് പൂർണ്ണമായി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് അങ്ങനെയാകാൻ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുലു ജമീഅ വലാ തഫറഖു ഫഇന്നൽ ബറകത മഅൽ ജമാഅ, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുക, നിങ്ങൾ വേറിട്ടിരുന്ന് ഭക്ഷിക്കരുത്. തീർച്ചയായും ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്നതിലാണ് ബറക്കത്ത്. ഒന്നിച്ചിരിക്കാൻ പേടിയാണ്. കാരണം ഒരു തളികയിൽ ഒരുമിച്ചിരുന്നാൽ സാധാരണ എനിക്ക് കിട്ടുന്നത് പോലും കിട്ടാതെ പോകുമോ എന്നോർത്തുകൊണ്ട് പേടിയാണ് പലർക്കും. അങ്ങനെയല്ല, അതിൽ ബറക്കത്തുണ്ട്. പരസ്പരം എല്ലാവരും ആദരിച്ചും ബഹുമാനിച്ചും അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ടും അങ്ങനെ ആ ഒരു സുന്നത്തിനെ സ്വീകരിച്ചാൽ വലിയ ബറക്കത്താണ്. ഭക്ഷണത്തിൽ മാത്രമല്ല, ആ കുടുംബങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ വർദ്ധിക്കും. വമ്പിച്ച ബറക്കത്താണ് ഇതിലൂടെയൊക്കെ ഉണ്ടാകുന്നത്. ഒരുപാട് പരിഹാരങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് അങ്ങനെ ആവുക. കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖാ, വാങ്ങുന്നവനും വിൽക്കുന്നവനും വിൽക്കുന്നിടത്ത് നിന്ന് വേർപിരിയുന്നത് വരെ അവർക്ക് കച്ചവടത്തിൽ നിന്ന് പിന്മാറാം. അത് കഴിഞ്ഞാൽ, എല്ലാം കഴിഞ്ഞു പോയാൽ പിന്നെ അത് കച്ചവടമായി കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ നോക്കൂ, ഫഇൻ സദഖാ വബയ്യനാ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, രണ്ടാളും സത്യസന്ധത പുലർത്തുകയും കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്താൽ അവരുടെ കച്ചവടം അനുഗ്രഹമുള്ളതാകും. നമ്മൾ മനസ്സിലാക്കിയതോ, രണ്ടാളുകൾ തമ്മിൽ വ്യക്തമാക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്താൽ ആ കച്ചവടത്തിൽ പണി കിട്ടും. ഇതാണ് നമ്മുടെ ധാരണ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതോ, അതിലാണ് ബറക്കത്തുള്ളത് എന്ന്. അങ്ങനെ കച്ചവടം ചെയ്തു നോക്കൂ. എങ്കിൽ ഇൻഷാ അല്ലാഹ്, പലപ്പോഴും നമുക്ക് കളവ് പറയേണ്ടി വരുന്നു. പക്ഷേ ആ കളവ് പറയുന്നതിലൂടെ ബറക്കത്തുണ്ടാവില്ല. നോക്കൂ, ഒരൊറ്റ സെക്കൻഡ് ഒന്ന് സൂക്ഷിച്ചാൽ ഒരു ജീവിതം മുഴുവനും ബറക്കത്ത് കിട്ടുന്നു. ആ ഒരൊറ്റ സെക്കൻഡ് പാളിച്ച സംഭവിച്ചാൽ ജീവിതം മുഴുവനും കഷ്ടപ്പാടിലും ദുരിതത്തിലുമാകുന്നു. ഭക്ഷണ സാധനങ്ങൾ അളന്നു കൊടുക്കണം.
അങ്ങനെ അളന്നു കൊടുക്കും. കീലു തുആമക്കും യുബാരിക് ലക്കും, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ സാധനങ്ങൾ അളന്നു കൊടുക്കൂ, അതിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പലപ്പോഴും ആളുകൾ പലിശ എടുക്കാറുണ്ട്. പലിശയെടുത്ത് തൽക്കാലം എന്തെങ്കിലും പിക്മിയോ, എനിക്കറിയില്ല, ആ പലിശയുടെ കുറെ വകുപ്പുകളുണ്ട്. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് പലിശ കടന്നു വന്നാൽ യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്, അല്ലാഹു പലിശയെ ക്ഷയിപ്പിക്കും, അല്ലാഹു പലിശയെ ക്ഷയിപ്പിക്കും, അല്ലാഹു പലിശയെ ക്ഷയിപ്പിക്കും. പലരും എടുക്കുന്നുണ്ട് പലിശ, പലരും എടുക്കുന്നുണ്ട്, ബറക്കത്തുണ്ടാവില്ല. പുറമേ കുറച്ച് പുറംമോടികളുണ്ടാകും, പക്ഷേ തകർന്ന് തരിപ്പണമായ ജീവിതമായിരിക്കും. വമാ ആതൈതുഹും മിനർ റിബ ലയർബു ഫീ അംവാലിന്നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശയ്ക്ക് കൊടുക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൽ അത് വളരുകയില്ല. അതുകൊണ്ട് സ്വയം ഒരു വിചാരണ നല്ലതാണ്. പലിശയുമായി ഏതെങ്കിലും രംഗത്ത് എനിക്ക് ബന്ധമുണ്ടോ, അള്ളാഹ് പറഞ്ഞാണ് തകർത്ത് തരിപ്പണമാക്കി കളയുമെന്ന്. അതുകൊണ്ട് സൂക്ഷിക്കുക. അതുപോലെ സത്യം ചെയ്തുകൊണ്ട് ഓവറായി വെറുതെ സത്യം ചെയ്യുന്നു, വല്ലാഹി ഇത് നല്ല സാധനമാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളീ, നല്ലതാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹലിഫു മുൻഫഖത്തുൻ ലിസ്സലഅതി മുംഹിഖത്തു ലിൽബറക. സത്യം ചരക്കുകളെ വിറ്റഴിപ്പിക്കും, പക്ഷേ ബറക്കത്ത് നഷ്ടമാക്കി കളയുകയും ചെയ്യും. സത്യം ചെയ്യുമ്പോൾ കൊള്ളാം, അവൻ സത്യം ചെയ്തതല്ലേ, അപ്പൊ സാധനം പോകും, പക്ഷെ ബറക്കത്ത് അതോടുകൂടി പോയി. എന്തിനാണ് കച്ചവടത്തിൽ സത്യം ചെയ്യേണ്ട ആവശ്യം? വേണമെങ്കിൽ എടുക്കണം, അതിൻ്റെ ഗുണം പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അവിടെ സത്യം ചെയ്യാൻ പാടില്ല, അത് വിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തിയ മേഖലയാണെന്ന് അതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സത്യം ചെയ്യേണ്ടത് എപ്പോഴാണ്? വളരെ അടിയന്തര ഘട്ടങ്ങളിലാണ് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ അവസാനിപ്പിക്കുമ്പോൾ ഈ ഭാഗം, ദീനീ വിജ്ഞാനം നേടൽ, മതപരമായ ഇൽമ് നേടൽ. പലപ്പോഴും മതപരമായ ഇൽമ് നേടുന്നിടത്ത് 1 മണിക്കൂർ ആഴ്ചയിൽ ഒരു ദിവസം പോലും വന്നിരിക്കാൻ, അതിൻ്റെ സമയത്ത് തുടങ്ങാൻ നമുക്ക് സാധ്യമാകാത്തത് നമ്മുടെ ഉപജീവനമാണ് എന്നെങ്കിൽ നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാന അഖ്വാനി അലാ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഫകാന അഹദുഹുമാ യഅതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ആഖറു യഹ്തരിഫ്. അവരിൽ ഒരാൾ പ്രവാചകന്റെ സന്നിധിയിൽ വന്നിരുന്ന് മതം പഠിക്കുകയും മറ്റേ സഹോദരൻ അവൻ ജോലിക്ക് പോവുകയും ചെയ്തു. അങ്ങനെ തൊഴിൽ ചെയ്യുന്ന വ്യക്തി തൻ്റെ സഹോദരനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മതം പഠിക്കുന്ന തൻ്റെ അനുജനെക്കുറിച്ച്, സഹോദരനെക്കുറിച്ച് പരാതിയുമായി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഫശക്കൽ മുഹ്തരിഫ് അഖാഹു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പരാതി പറഞ്ഞു, പ്രവാചകരെ, ഞാനിങ്ങനെ ഡെയിലി കഷ്ടപ്പെടും, ഇവനിവിടെ ഇങ്ങനെ പഠിക്കാനൊന്നും പറഞ്ഞ് കയറി ഇരിക്കുകയാണ്, എങ്ങനെ ഫുൾ ടൈം കഴിയുന്നത്ര പഠിക്കാൻ അവിടെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലക തുർസഖു ബിഹി, നിനക്ക് ഉപജീവനം നൽകുന്നത് ഒരു പക്ഷേ ആ പഠിക്കുന്ന ത്വാലിബുൽ ഇൽമിനെ കൊണ്ടായിരിക്കും, അതുകൊണ്ട് പോയി ജോലി ചെയ്യ് എന്നാ പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, ആഴ്ചയിൽ 1 മണിക്കൂർ വരാൻ വയ്യ. കാരണം എന്താണ്? ജോലി, തിരക്ക് ഒക്കെ എല്ലാം നമ്മൾ വിചാരിച്ചാൽ തർത്തീവാക്കാൻ കഴിയും, പക്ഷെ നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്? 1 മണിക്കൂർ മാറി നിന്നാൽ കടയിലെ തിരക്കും കച്ചവടവും എന്താകുമെന്ന ഭയപ്പാട്, അവിടെ എൻ്റെ കച്ചവടം നഷ്ടമായി പോകുമോ, കസ്റ്റമർ മിസ്സായി പോകുമോ എന്ന ഭയപ്പാട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മതപഠനത്തിനായി ഇരിക്കുന്നത് കൊണ്ടാണ്. നോക്കൂ, മതപഠനം നടത്തുന്ന വീട്ടിലെ ബാപ്പമാർ, ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവരവിടെ നിന്ന് പഠിക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ കുടുംബത്തിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് എന്ന തത്വമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ അതിനെ ഗൗരവത്തിൽ കാണാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുകൾ നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാ വഴികളെയും ഗൗരവത്തോടു കൂടി കാണാൻ, അത് നേടിയെടുക്കുവാനുള്ള പരിശ്രമം നടത്തുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ബറക്കത്തെടുക്കലുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ ഈ ലോകത്തിൽ ചില കാര്യങ്ങളിൽ ബറക്കത്ത് വെച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബിൻ്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രം ചിലതിലൊക്കെ ബറക്കത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ബറക്കത്ത് എടുക്കുന്നതിനെയാണ് തബറുക്ക് എന്ന് പറയുന്നത്.
ഒരു കാര്യത്തിൽ നിന്ന് ബറക്കത്തെടുക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകളുള്ളതായി ഇസ്ലാമിക ലോകത്തിലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഇതിലൊന്നാമതായി പ്രസ്തുത കാര്യത്തിന് ബറക്കത്തുണ്ട് എന്നതിന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവുണ്ടാകണം. രണ്ടാമത് ബറക്കത്ത് നൽകുന്നവൻ അല്ലാഹു മാത്രമാണെന്ന ഉറച്ച ബോധ്യമുണ്ടാകണം. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള മാതൃകയിലായിരിക്കണം അവിടെ നിന്ന് ബറക്കത്തിനെ എടുക്കേണ്ടത്. നമുക്ക് കാണാൻ കഴിയും ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോകുന്ന പല ആളുകളിലൂടെയും മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഇവ 3നും ബറക്കത്തുണ്ട്. അപ്പം എങ്ങനെയാണ് അവിടുത്തെ ബറക്കത്ത് എടുക്കുക? ചിലരുടെ വീട്ടിൽ ഇന്നുമുണ്ട് കുപ്പിയിൽ കുറേ മണ്ണ്, കുറേ കല്ല്, കഅബ തുടച്ച തുണി. എന്താ കാരണം? അത് ബറക്കത്തുള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് കഅബ തുടച്ച തുണി അത് നോക്കൂ, ഇതൊന്ന് അല്പം മുഖത്ത് തടവി നോക്കാൻ. അങ്ങനെ ഞാൻ വാങ്ങി തടവി പണ്ടൊക്കെ. അത് യഥാർത്ഥത്തിൽ ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അതിൽ ബറക്കത്തുണ്ടോ? അങ്ങനെയാണോ ബറക്കത്തെടുക്കേണ്ടത്? അങ്ങനെയാണോ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പുണ്യം പ്രതീക്ഷിച്ച് ഇവിടേക്ക് സിയാറത്ത് ചെയ്താൽ അവർക്ക് പ്രതിഫലമുണ്ട്, അവർക്ക് കൂലിയുണ്ട് എന്നൊക്കെ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയിൽ നമസ്കരിക്കൽ 1,00,000, മദീനയിൽ നമസ്കരിക്കൽ 1000 വട്ടവും പുണ്യമുള്ളതാണ് എന്നൊക്കെ പഠിപ്പിച്ചു. അവിടെ എങ്ങനെയാണ് അവിടെ ബറക്കത്തെടുക്കേണ്ടത്? അറഫയിൽ നിൽക്കുക. അപ്പം ചിലരൊക്കെ ഉംറക്ക് ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ അറഫയിൽ നിന്ന് മണ്ണ് കോരി കുപ്പിയിലാക്കി കൊണ്ടുവരാറുണ്ട്. കൊണ്ടുപോകുന്നവർ പറയാറുമുണ്ട്, കുറച്ചെടുത്തോ ബറക്കത്തുള്ളതാണ് എന്ന്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ബറക്കത്ത് എടുക്കേണ്ടത്? അറഫയിൽ നിന്നുള്ള ബറക്കത്തെടുക്കൽ എങ്ങനെയാണ്? ആ അറഫ 9 പരിശുദ്ധ അറഫ മൈതാനിയിൽ പ്രവാചകൻ എങ്ങനെ ജീവിച്ചു കാണിച്ചു തന്നു, എന്തൊക്കെ പ്രവർത്തിച്ചു കാണിച്ചു തന്നു, അങ്ങനെ ജീവിച്ചും പ്രവർത്തിച്ചുമാണ് അവിടുന്ന് ബറക്കത്തെടുക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് മുത്തി. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തിയത് കൊണ്ടാണ് ഞാനും മുത്തിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകനെ മാതൃകയാക്കി ആ മക്കയിലും മദീനയിലും ബൈത്തുൽ മുഖദ്ദസിലും അറഫയിലും ആ പരിശുദ്ധ ഇടങ്ങളിൽ എങ്ങനെയാകണമെന്ന് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ആയിക്കൊണ്ടാണ് ബറക്കത്തെടുക്കേണ്ടത് എന്നാണ് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമെന്ന് ഗൗരവത്തിൽ നാം സഹോദരങ്ങളെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ബറക്കത്തുണ്ട്, അവിടുത്തെ മുടിക്ക് ബറക്കത്തുണ്ട്, അവിടെ ശരീരം മൊത്തത്തിൽ ബറക്കത്തുള്ളതാണ്. ഹജ്ജിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി നീക്കം ചെയ്തപ്പോൾ സ്വഹാബികൾ അത് വിതരണം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ മുശ്രിക്കുകളെ അവരുടെ മുമ്പിൽ അവരെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്ത വെള്ളം അത് ശേഖരിക്കുവാൻ സ്വഹാബാക്കൾ ധൃതി കാണിച്ചിട്ടുണ്ട്, മത്സരം കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പ്രവാചകൻ്റേതായെന്നറിയപ്പെടുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് കൃത്യമായ ചരിത്രമാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ പലരും പലതും കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കാൻ ഈ ഉമ്മത്തിന് യാതൊരു ബാധ്യതയുമില്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അങ്ങനെയാകണം ബറക്കത്തെടുക്കാനായി. പ്രവാചകൻ അസ്ലിയായിട്ട് ഇങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയപ്പെട്ട ബറക്കത്തുള്ളവയിൽ എങ്ങനെ ജീവിച്ചു കാണിച്ചു തന്നു, അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ആ ബറക്കത്ത് നമുക്ക് ലഭിക്കും. അല്ലാതെ അവിടുത്തെ മണ്ണും പൊടിയും ചെല്ലിയും കമ്പിയും ഒക്കെ നമ്മൾ എടുത്തു വന്നാൽ അതിൽ ബറക്കത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാൽ തീർച്ചയായും അത് അപകടമാണ്. ഒരിക്കൽ മഹാനായ അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ആദ്യ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖൈബറിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന ഒരു മരത്തെ കണ്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിലൊക്കെ വന്നതാണ് മരത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ ബറക്കത്തെടുക്കാൻ തൊട്ടും തലോടിയും തടവിയും ചേർന്നും ഒക്കെ നിന്നുകൊണ്ട് ബറക്കത്തെടുത്ത രംഗം നമ്മൾ കണ്ടതാണ്. അവിടെ ഈ മരം സ്വഹാബാക്കൾ കൂടെ പോകുന്നവർ കാണുകയാണ്. മുശ്രിക്കീങ്ങൾ ബറക്കത്തിനു വേണ്ടി അവരുടെ വാളുകൾ തൂക്കിയിടും. അപ്പോൾ അതിൽ ആ വാളിന് ബറക്കത്ത് കിട്ടി എന്നുള്ള നിലക്ക് അവർ കൊണ്ടുപോകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച് അവർ ചോദിക്കുകയാണ്, ഇജ്അൽ ലനാ ദാത അൻവാത് കമാ ലഹും ദാതു അൻവാത്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്കും അതുപോലെയുള്ള ഒരു മരം വേണം ഇങ്ങനെ ബറക്കത്തെടുക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ. ഹാദാ കമാ ഖാല ഖൗമു മൂസ അലൈഹിസ്സലാം,
മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ചോദിച്ചതുപോലെയാണ്. എന്താണ് അവർ ചോദിച്ചത്? ബനൂ ഇസ്രായേൽ, ഇവർക്കൊക്കെ ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും കുറച്ച് ദൈവങ്ങളെ ഉണ്ടാക്കിത്താ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൗമ് ചോദിച്ചതുപോലെയാണ്. ബർക്കത്തെടുക്കാൻ വേണ്ടി മരമോ ഇതുപോലെയുള്ള വസ്തുക്കളോ ജാറങ്ങളോ മറ്റോ നമുക്കുണ്ടാക്കിത്തരണേ എന്ന് അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വല്ലാഹി വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെയാണ് സത്യം. ജൂത ക്രിസ്ത്യാനികളെ ഈ ഉമ്മത്ത് പിന്തുടരും. ആരെ അനുഭവം വെച്ചുകൊണ്ട്? അടുത്ത് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് പറയണം, ഇനി വരുന്നവർ ഉറപ്പാണ് ആ മാതൃക സ്വീകരിക്കും. നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ് സഹോദരങ്ങളെ. ചിലരാകട്ടെ ഈ ബർക്കത്തിൻ്റെ പേരിൽ പലതിനെയും വിറ്റ് ജീവിക്കാൻ നോക്കുന്നു. മയ്യത്തിനെ വരെ വിറ്റ് ബർക്കത്തുണ്ട് എന്നതിൻ്റെ പേരിൽ വന്ന് ബർക്കത്തെടുത്ത് പോയാൽ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും എന്നതിൻ്റെ പേരിൽ അതിനെ വിറ്റ് ജീവിക്കാൻ നോക്കുന്ന പുരോഹിതവർഗം നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ അതങ്ങ് അറ്റമല്ലേ, ഇവിടെയുണ്ടാകില്ല അവിടെയുണ്ടാകില്ല എന്നൊന്നും പറയാൻ കഴിയില്ല സഹോദരങ്ങളെ. മഹാന്മാർ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു മയ്യത്ത് കിട്ടിയെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ സത്യവും അസത്യവും എത്രയെന്നറിയില്ല. അതല്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ ആ മയ്യത്ത് കണ്ടു. അപ്പോൾ മയ്യത്ത് കണ്ടപ്പോൾ എന്താ പറയുന്നത്? ആ സ്വാലിഹായ കർമ്മം മരണത്തിന് ശേഷവും ചെയ്ത് ജീവിച്ച മഹാനാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് നല്ല സംവിധാനം ചെയ്ത് വലിയ ജാറമുണ്ടാക്കി വമ്പിച്ച ബർക്കത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റണം, അതിനുള്ള എല്ലാ പണിയും തുടങ്ങണം എന്ന് പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യത എന്താണ് മുസ്ലിം സമൂഹം ആ വിഷയത്തിൽ ചെയ്യേണ്ടത്? നമുക്ക് മാതൃകയുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തുസ്തർ എന്ന രാജ്യം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ആ രാജ്യത്ത് വെച്ചുകൊണ്ട് നീളമുള്ള ഒരു മനുഷ്യന്റെ മയ്യിത്ത് നമ്മൾ കണ്ടു ഖബറിൽ വെച്ച്. ഫവജദ റജുലൻ അൻഫുഹു ദിറാഅൻ ഫി താബൂത് കാനൂ യസ്തദ്ഹിറൂന വയസ്തംതിറൂന ഫകതബ അബൂ മൂസ ഇലാ ഉമർ ബിൻ ഖത്താബ് ബിദാലിക്. അങ്ങനെ ഞങ്ങൾ വളരെ നീളമുള്ള ഒരു മനുഷ്യന്റെ മയ്യിത്ത് കണ്ടു. അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, നിലവിലുണ്ട്. ഇത് ഇവർ കണ്ടു. അങ്ങനെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കത്തയച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തിരികെ കത്തിന് മറുപടി നൽകുകയാണ്. എന്താണ് ആ മറുപടി എന്നറിയുമോ? ഇന്ന ഹാദാ നബിയ്യും മിനൽ അംബിയാഇ വന്നാർ ലാ തഅകുലുൽ അംബിയാ. തീർച്ചയായും നബിമാരിൽപ്പെട്ട ഒരു നബിയുടെ മയ്യിത്താണത്. അങ്ങനെ ഒന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉറപ്പിച്ചു അത് നബിമാരുടേതാണ്. മാത്രമല്ല തീയും ഭൂമിയും അംബിയാക്കളുടെ മയ്യിത്ത് ഭക്ഷിക്കുക തന്നെയില്ല. എന്നിട്ട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആയതിനാൽ നീയും നിന്റെ സുഹൃത്തും കൂടി ആ മയ്യിത്ത് എവിടെയാണ് ഖബറടക്കിയത് എന്ന വിവരം നിങ്ങൾക്ക് രണ്ടുപേർക്കുമല്ലാതെ അറിയാൻ കഴിയാത്ത വിധത്തിൽ, ആരും അറിയാത്തൊരു കേന്ദ്രത്തിൽ അതിനെ ഖബറടക്കം ചെയ്യുക. ഒറ്റ മനുഷ്യൻ അറിഞ്ഞു പോകരുത്. ഇതാണ് മുസ്ലിം സമൂഹത്തിനുള്ള മാതൃക. എങ്ങനെ? ആ മയ്യിത്ത് അവിടെ കണ്ടു. എന്താ മാതൃക? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക എന്താണ്? ആ മാതൃക ആരും അറിയാത്ത ഒരിടത്ത് ആ മയ്യിത്ത് മറമാടണം. കാരണം ഒരു പ്രവാചകന്റെ മയ്യിത്താണ്. ഈ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഈ രൂപത്തിൽ സഹോദരങ്ങളെ, ഈ ബറക്കത്തും ഇതുപോലുള്ള ഐശ്വര്യങ്ങളുടെ പേരിൽ പല നിലക്കുള്ള അനാചാരങ്ങൾ നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ ഖുത്ബയിലൂടെ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ ബറക്കത്ത്, നമുക്ക് യഥാർത്ഥ ബറക്കത്തില്ലാതെ പോയാൽ ജീവിതം പാഴ്വേലയായി പോകും. അതുകൊണ്ട് കിട്ടിയതിലൊക്കെ എല്ലാ നിഅമത്തുകളിലും ബറക്കത്ത് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ച് ജീവിതത്തിൽ അതിനെ നേടിയെടുക്കുവാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മറ്റു പ്രതിസന്ധികൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ സമയം കഴിയുന്തോറും പിഴച്ച ആശയങ്ങളും ആദർശങ്ങളും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിയായ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മതം പഠിക്കുന്നിടത്തും ഇബാദത്തുകൾ ചെയ്യുന്നിടത്തും പ്രബോധനം നടത്തുന്നിടത്തും നമ്മുടെ ജോലിയോ മക്കളോ കുടുംബമോ സമ്പത്തോ ഒന്നും തടസ്സമാകാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി തരുമാറാകട്ടെ. അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അർഹം മൗതനാ വ മൗതൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ആമന്നാ ഫി ഔതാനിനാ വഅസ്ലിഹ് അഇമ്മതനാ വ വിലാത ഉമൂരിനാ വ ജമീഅ വിലാത്തിൽ ഉമൂരിൽ മുസ്ലിമീന യാ റബ്ബൽ ആലമീൻ.
اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون